ഉരുക്കുഴി ഉരുക്കുഴി എന്താന്ന് പറ ഉരക്കുഴി വെള്ളച്ചാട്ടം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് വീണ് വീണ് ചാടി 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 ഉരഞ്ഞുരഞ്ഞുണ്ടായ കുഴി, അതാണ് ഉരക്കുഴി. ഉരഞ്ഞുരഞ്ഞുണ്ടായ കുഴിയാണ് ഉരക്കുഴി. പാറയിൽ കുഴികൾ കണ്ടങ്ങളെ വെള്ളച്ചാടിയുള്ള കുഴികളുടെ 600 അടി താഴ്ചയിലേക്ക് വെള്ളം വീഴും. സമുദ്രനിരപ്പിൽ നിന്ന് നമ്മൾ 2500 അടി ഏറ്റിലാണ് നിൽക്കുന്നത്. ഈ വെള്ളം ഇവിടെ വീണ് കഴിഞ്ഞാൽ ഇതിന് വെള്ളം വന്ന് പാറേൻ്റെ അടി കൂടിയാണ് കുറേ ദൂരം പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വേനൽക്കാലത്തോ മഴക്കാലത്തോ ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി ഇവിടുന്ന് അബദ്ധവശത്താൽ താഴ്ത്തു പോയാൽ പോയി ബാക്കിയുള്ളൊരു നേരം വീട്ടിലേക്ക് പോകൂടാ. കർമ്മങ്ങളൊക്കെ വീട്ടിൽ ഇവിടെ ചെയ്യാൻ സമ്മതിക്കില്ല. പാറേൻ്റെ അടി കൂടെ പോകുന്നതുകൊണ്ട് ബോഡി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ ഏക തിരക്കില്ലാത്ത സ്ഥലം എന്ന് പറയാനുള്ള കാരണം അതാണ്. മനസ്സിലായില്ലേ? അടിയന്തരാവസ്ഥക്കാലത്ത് സഖാവ് രാജൻ കൊലക്കേസുണ്ടോ? കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് ഉരുട്ടി കൊന്നിട്ട് നിങ്ങൾ നിൽക്കുന്ന പാറയിലിട്ട് ബോഡി കത്തിച്ചത് നാട്ടിട്ടെന്നാണ് പറയപ്പെടുന്നത്. എവിടെ കത്തിച്ച്? നിങ്ങൾ നിൽക്കുന്ന പാറ ഇവിടെ. ഇനി 2015 പ്രളയം വന്നപ്പോൾ അതാണ് ഈ തൂക്കുപാലം. ഇതിന്റെ മുകളിൽ കൂടി ആയിരുന്നല്ലേ, പാളം മൂടി വെള്ളമായിരുന്നു. അങ്ങനെ പോയതാണ് തൂക്കുപാലം. ഓക്കെ, ഇനി നമ്മൾ വരുമ്പോൾ ഡാമിൽ വെള്ളം കിടക്കുന്നുണ്ടല്ലേ, ആ വെള്ളം ഇവിടുന്ന് വരുന്നത് അറിയോ? വയനാട്ടിലെ ബാണാസുരസാഗർ ഡാം കേട്ടിട്ടുണ്ടോ? അവിടുന്ന് തുരങ്കം വഴി വെള്ളം പിടിക്കും. ഇവിടുന്ന് 2 പൈപ്പ് ലൈൻ വഴി കക്കയം പോർട്ടേഷനിലേക്ക് പോകും. നിങ്ങൾ വരും മലകൂടി ഒരു പൈപ്പ് വന്ന് കണ്ടായിരുന്നു. കക്കയം പോർട്ടേഷനിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വെള്ളം പോകുന്നത് പെരുവണ്ണാമൂഴി ഡാമിലേക്കാണ്. കേട്ടിട്ടുണ്ടോ? അവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളം വേനൽക്കാലത്ത് കൃഷിക്ക് ആവശ്യത്തിനായിട്ട് കനാൽ വഴി തുറന്നു കൊടുക്കും. മഴക്കാലത്ത് മാത്രം കറണ്ട് എടുക്കാൻ ഉപയോഗിക്കും. അല്ലാതെ ഫുൾ ടൈം ആയിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തേക്ക്. ഞാൻ 3 ഡാമിൻ്റെ പേര് പറഞ്ഞു. ഏതൊക്കെ ഡാമാ? ഇത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. ഇവിടെ ആന, കാട്ടുപോത്ത്, പുലി, കടുവ എല്ലാ മൃഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് 5 മണി വരെ ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത്. ഈ വേലിയിട്ടേക്കുന്നത് എന്തിനാണെന്നറിയോ? ഒന്നത് ഇനിയുണ്ട്. അത് ഒരു അതിർത്തിയാണ്. ഏതിൻ്റെ? അല്ല, സ്വർഗവും നരകവും. അങ്ങോട്ടേക്ക് നരകവും, ഇവിടെ നിൽക്കുമ്പോൾ സ്വർഗ. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. പ്രകൃതി ഭംഗി നിങ്ങൾ ആസ്വദിച്ച് കാണുക, സാഹസികത ഒഴിവാക്കുക. ഇവിടെ അപകടങ്ങളൊന്നും ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 മണി വരെ പറഞ്ഞു കൊടുക്കാനും നിയന്ത്രിക്കാൻ ആളുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ ഫോട്ടോ ഒക്കെ എടുത്തു.